ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു hafihiza വ്ലോഗ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നൊരു എഗ് സാൻഡ്വിച്ച് ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ക്യാരറ്റാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ അത് ക്യാബേജാണ്. ഒരു ബൗളിൽ കുറച്ച് ക്യാബേജ് ചോപ്പ് ചെയ്തതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കക്കരിക്കാണ് എടുത്തിട്ടുള്ളത്. കക്കരിക്ക അതുപോലെ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്ത കൂട്ട് എത്ര, അതിലേക്ക് ആവശ്യത്തിന് എത്ര വേണോ ഉപ്പ് കുരുമുളകൊക്കെ അളവിന് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മയോണൈസാണ്. ആവശ്യത്തിന് കുറച്ച് മയോണൈസും കൂടി, ഒരു 3 സ്പൂൺ മയോണൈസാണ് ഞാൻ ഇടുന്നത്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നമുക്ക് നന്നാക്കി മിക്സ് ചെയ്തെടുക്കണേ. നന്നായിട്ട് ഈ വെജിറ്റബിളും മയോണൈസും ഒക്കെ മിക്സായി വരണം. ഉപ്പൊക്കെ കുരുമുളക് പൊടി എല്ലാം നല്ല മിക്സാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിലേക്കും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും. ഇനി ഇത് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതെന്തിനാ വെച്ചാൽ നമുക്ക് ബ്രെഡ് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ 6 സ്ലൈസ് ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ പാനിലേക്ക് ഞാൻ ബട്ടറിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ ഇതിലേക്ക് ഈ ബ്രെഡ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ബ്രെഡ് 2 ഭാഗവും വാട്ടിയെടുക്കണം. 2 ഭാഗവും ചെറുതായിട്ടൊന്നും ബ്രൗൺ കളറായി വരുന്നത് വരെ വാട്ടിയെടുക്കുക. അപ്പോൾ 6 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 6 ഇതുപോലെ ആ എഗ്ഗിൽ മുക്കിയിട്ട് വാട്ടിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം. 3 ബ്രെഡ് എടുത്ത് വെക്കുക. 3 ബ്രെഡിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, വെജിറ്റബിളും മയോണൈസൊക്കെ ചേർത്ത് വെച്ച മിക്സ്. അപ്പോൾ അത് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് 3 ബ്രെഡിലും. പിന്നെ എഗ്ഗ് പുഴുങ്ങിയതാണ്. 2 എഗ്ഗ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തത്, നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഈ മുട്ടയുടെ മഞ്ഞ വേണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കുക. വെള്ള മാത്രം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച മുട്ട 3 ബ്രെഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ വാട്ടി വെച്ച 3 ബ്രെഡില്ലേ, വേറെ എണ്ണം ബാക്കിയുള്ള ആ 3 ബ്രെഡിലും കുറച്ച് മയോണൈസും സോസും കൂടി മിക്സ് ചെയ്ത് തേക്കുകയാണ്. അപ്പോൾ ഈ 3 ബ്രെഡിലും നന്നായിട്ട് ഒരു സൈഡ് മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബ്രെഡിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ 3 ബ്രെഡിലേക്കും ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ്. ഇത് ഒന്ന് തന്നെ കഴിച്ചാൽ മതി, അപ്പം തന്നെ വയറൊക്കെ നിറയും. നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.